എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴ ചവ്വരി പായസമാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് വേണ്ടത് അടിക്കട്ടിയുള്ള ഒരു ഉരുളിയാണ്. ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ നടുക്കുള്ള അരിയെല്ലാം കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചവ്വരി ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ ചവ്വരി തിളച്ച വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചവ്വരി ഏത്തപ്പഴം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി കാച്ചിയതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം കാണും. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചവ്വരിയും ഏത്തപ്പഴവും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വരണം. അതനുസരിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരണം. അതുവരെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്നുണ്ട് പായസം. കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിതിൽ അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെയാണ് ഈ പായസം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 1 നുള്ളു ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. കാരണം ആ പഴത്തിൻ്റെയും ചവ്വരിയുടെ ആ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. ഇവിടെ പായസം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും. നമുക്കിതിലേക്ക് 4 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പായസം കുറുകി പോവാതെ വേണം ശ്രദ്ധിക്കേണ്ടത്. കാരണം കുറുകിപ്പോയാൽ കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ പായസം നല്ല കട്ടിയായിരിക്കും. അതുകൊണ്ടാണ്. എല്ലാവർക്കും പായസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.